സൂപ്പർവൈസർ ലൈസൻസ് എക്സാമിന് അല്ലെങ്കിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരോട് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്പെക്ടർ ഡയറിയാണ് അത് ഫോളോ ചെയ്യേണ്ടത്. അതിൽ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം ഒരു 10 സ്റ്റെപ്പ് ഫോളോ ചെയ്താണ് നമ്മൾ ഇലക്ട്രിക്കലിൻ്റെ ഡിസൈൻ ചെയ്യുന്നത്. ആ ബേസിക് 10 സ്റ്റെപ്പ് എന്താണെന്നൊന്ന് മനസ്സിലാക്കണം. ആദ്യം തന്നെ സ്റ്റെപ്പ് 0 എന്ന് ഞാൻ വിളിക്കുന്ന ലോഡ് കാൽക്കുലേഷനാണ്. അതായത് നമ്മൾ ശരിക്കും ഒരു വലിയൊരു പ്രോജക്റ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഏറ്റവും എൻഡിൽ നമ്മളെത്തുന്ന ഒരു DBയോ അല്ലെങ്കിൽ നമ്മുടെ ലൈറ്റ് ഫാൻ അങ്ങനത്തെ അല്ലെങ്കിൽ മോട്ടർ അങ്ങനത്തെ ലോഡുകളിലേക്ക് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്റ്റെപ്പ് 0 എന്ന് പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ പ്രോജക്റ്റ് ആണെങ്കിൽ അവിടെയുള്ള ലൈറ്റ് ഫാൻ അങ്ങനെയുള്ള സാധനങ്ങളും മോട്ടേഴ്സ് ഉണ്ടെങ്കിൽ അതും എല്ലാം കൂടി നമ്മൾ എടുക്കുന്നു. അതിപ്പോൾ മോൾസ് പോലത്തെ പ്രോജക്റ്റ് ആണെങ്കിൽ അവിടുത്തെ HVAC സിസ്റ്റം അതിൻ്റെ എല്ലാത്തിൻ്റെ കിലോ വാട്ട്സ് അല്ലെങ്കിൽ വാട്ട്സ് അല്ലെങ്കിൽ HP ഇതാണ് നമുക്ക് അറിയേണ്ടത്. അതിലൂടെ ടോട്ടൽ ലോഡ് കാൽക്കുലേഷനും പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പ്രോബ്ലത്തിൽ ആ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ കാണിച്ചിരുന്നു. എങ്ങനെയാണ് അത് ഓൾറെഡി തന്നതാണ്. ഒരു 600 വാട്ടിൻ്റെ കിലോ വാട്ടിൻ്റെ ലോഡ് അല്ലെങ്കിൽ 600 HP ലോഡെന്ന് തന്നിരുന്നു. അതനുസരിച്ച് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിലേക്ക് എത്തുകയാണ്. അത് ടോട്ടൽ ലോഡ് പ്രകാരം മാക്സിമം ഡിമാൻഡ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ കാൽക്കുലേഷനൊക്കെ ചെയ്ത് സ്റ്റെപ്പ് നമ്പർ 2 ആയിട്ടുള്ള ട്രാൻസ്ഫോമർ സെലക്ഷനിലെത്തുന്നു. അപ്പോൾ അതിലും ഞാൻ ഒരു പ്രോബ്ലത്തിൽ പറഞ്ഞിരുന്നത് ഏത് ടേബിളാണ് നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൂടാതെ പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ ഡയറിയിൽ ഏത് ടേബിളിലാണ് ട്രാൻസ്ഫോമറിൻ്റെ ഇലക്ട്രിക് ഇൻസ്പെക്ടർ റൂൾസിലുള്ള ഏത് ടേബിൾ 3യിലാണ് നോക്കേണ്ടതെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ തന്നെ അതിൻ്റെ കൂടെ തന്നെ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡ് കേബിളിൻ്റെ സെലക്ഷനും സെക്കൻഡറി സൈഡിലെ കേബിൾ സെലക്ഷനും അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെ വരുന്നുണ്ട്. ടേബിൾ 3യുടെ അടുത്ത് തന്നെ ടേബിൾ 4ൽ പ്രൈമറി സൈഡ് പ്രൊട്ടക്ഷനും സെക്കൻഡറി സൈഡ് പ്രൊട്ടക്ഷൻ എന്തൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് 5 വരെ അങ്ങനെ കംപ്ലീറ്റ് ആകും. അതിനുശേഷം ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എവിടേക്ക് എന്നുള്ളതാണ്. അതാണ് MSB അല്ലെങ്കിൽ മെയിൻ സ്വിച്ച് ബോർഡ് എന്ന് പറഞ്ഞ പാനൽ അല്ലെങ്കിൽ LT പാനൽ എന്ന് വിളിക്കുന്നത് അതിലേക്കായിരിക്കും വരുന്നത്. അപ്പോൾ ആ പാനലും പിന്നെ സബ് സ്വിച്ച് ബോർഡുകളും അങ്ങനെ വന്ന് അത് DB വരെ എത്തിക്കുന്നതാണ് നമ്മുടെ ഡിസൈനിൻ്റെ ഒരു പർപ്പസ്. അതിനുശേഷം നമ്മൾ അവിടുത്തെ പവർ ഫാക്ടർ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി നമ്മൾ കപ്പാസിറ്റർ പാനലിൻ്റെ ഡിസൈനും കൂടി അതിൻ്റെ അകത്ത് ചെയ്യും. അപ്പോൾ കപ്പാസിറ്റർ പാനൽ ഡിസൈൻ ഞാൻ കഴിഞ്ഞ ദിവസത്തെ പ്രോബ്ലത്തിൽ കാണിച്ചിരുന്നു. അതുകൂടാതെ ഈ കപ്പാസിറ്ററിൻ്റെ ഉപയോഗം എന്താണ് അതിൻ്റെ തിയറി പാർട്ടൊക്കെ ഞാൻ വേറൊരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്യുന്നുണ്ട് പവർ ഫാക്ടർ റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ അതും കൂടി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഐഡിയ കിട്ടും. അതുകൂടാതെ എർത്തിങ് ഡിസൈനിൻ്റെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 7 അത് കഴിഞ്ഞിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കപ്പാസിറ്റർ പാനൽ ഡിസൈനിന് ശേഷം ഇത് ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ എർത്തിങ് ഡിസൈനിൽ എത്ര എർത്ത് ബിറ്റുകളുണ്ട് എന്നുള്ള ആ ഒരു കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് നിന്ന് കിട്ടുന്നത്. ഇനി അതുകൂടാതെ ബാക്കപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജനറേറ്ററിൻ്റെ സെലക്ഷൻ്റെ അകത്തേക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ 10 സ്റ്റെപ്പുകൾ സ്റ്റെപ്പ് 0 ടു സ്റ്റെപ്പ് 9 അങ്ങനെ 10 സ്റ്റെപ്പുകളാണ് ആയിട്ട് നമുക്ക് ഇതിനെ തരംതിരിക്കുക. ഈ സ്റ്റെപ്പുകൾ നിർബന്ധമായിട്ടും നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതാണ്. എങ്കിലാണ് നമുക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു യഥാർത്ഥ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എങ്ങനെ പോകണമെന്ന് നമുക്ക് ജസ്റ്റ് കാണാം. സ്റ്റെപ്പ് 0യിൽ ലോഡ് കാൽക്കുലേഷൻ, ലൈറ്റ് ലോഡ്, മോട്ടർ ലോഡ്, വേറെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് വരും. ഇപ്പോൾ ലൈറ്റിൻ്റെ കാൽക്കുലേഷൻ തന്നെ ശരിക്കും പറഞ്ഞാൽ ലൈറ്റിൻ്റെ DBയും ലൈറ്റ് എന്ത് ടൈപ്പ് ഫിക്സ്ചേഴ്സാണ് ഉപയോഗിക്കേണ്ടത്, ലക്സ് കാൽക്കുലേഷൻ, ലൈറ്റിംഗ് ഓട്ടോമേഷൻ ഉണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെ പോകും. പ്രോജക്റ്റിൻ്റെ കേസുകൾ അങ്ങനെ മോട്ടർ ആണെങ്കിൽ തന്നെ നമുക്ക് HVAC സിസ്റ്റത്തിലും മോട്ടർ ഉണ്ടാവും, ലിഫ്റ്റിൽ മോട്ടർ ഉണ്ടാവും, പ്ലംബിങ്ങിൻ്റെ ഇതിൽ, ഫയറിൻ്റെ ഇതിൽ എല്ലാത്തിനും മോട്ടർ ഉണ്ടാവും. അപ്പോൾ അതിൽ എന്ത് ടൈപ്പ് സ്റ്റാർട്ടറുകൾ യൂസ് ചെയ്യണം, സ്റ്റാർട്ടേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ട്രാൻസ്ഫോമർ സെലക്ഷൻ ഓൾറെഡി കാണിച്ചിരുന്നു. ബേസ്ഡ് ഓൺ യൂണിറ്റ് ലോഡ് അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ മാക്സിമം ഡിമാൻഡ് രണ്ടിൽ ഏതാണ് ഹയസ്റ്റ് അത് വെച്ചാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓയിൽ ടൈപ്പ്, ഡ്രൈ ടൈപ്പ് ഒക്കെ ഏതിൽ എവിടെയൊക്കെ ഉപയോഗിക്കുക എന്നുള്ളത് അതിൻ്റെ പല വീഡിയോസിലായിട്ട് ഞാൻ റെഗുലേഷൻസിൻ്റെ കേസിൽ വരുന്നുണ്ട്. പിന്നെ ട്രാൻസ്ഫോമറിൻ്റെ കേബിൾ സെലക്ഷൻ ഇന്നലെ ഒരു പ്രോബ്ലത്തിലൂടെ ഞാൻ കാണിച്ചിരുന്നു. പ്രൈമറി സൈഡിലെ പ്രൊട്ടക്ഷൻ ടേബിൾ 4ൽ കിടക്കുന്നുണ്ട്. അത് HTSF, ABSF അങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് അതിൽ കിടക്കുന്നുണ്ട്. സെക്കൻഡറി സൈഡിലെ ടേബിൾ 3ൽ കിടക്കുന്നുണ്ട്. ടേബിൾ 3ൽ ട്രാൻസ്ഫോമറിന് എന്ത് കേബിൾ ഉപയോഗിക്കണം എന്നതിൽ പറയുന്നുണ്ട്. പിന്നെ അതിനുശേഷം സെക്കൻഡറി സൈഡിൽ പ്രൊട്ടക്ഷനും ടേബിൾ 4ൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ACB ആണോ MCCB ആണോ എന്തൊക്കെ ഉപയോഗിക്കണം അതിൻ്റെ കൂട്ടത്തിൽ എന്നുള്ള കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്. അതിനുശേഷം മെയിൻ സ്വിച്ച് ബോർഡ് അല്ലെങ്കിൽ MSB അല്ലെങ്കിൽ LT പാനലിൻ്റെ ഡിസൈൻ വരും. അപ്പോൾ അതിൻ്റെ അകത്ത് ബസ് ബാറിൻ്റെ സൈസിൻ്റെ കാൽക്കുലേഷൻ എന്നല്ല പറഞ്ഞു. പിന്നെ സ്വിച്ച് ഗിയറിൻ്റെ ഗ്രേഡിങ്, ഏത് ഇൻകമർ ഇതാകുമ്പോൾ ഔട്ട് ഗോയിങ് എന്താവണം എന്നുള്ള അതിൻ്റെ റൂൾസൊക്കെ ഇൻസ്പെക്ടർ ഡയറിയിൽ ചെറിയായിട്ട് കിടക്കുന്നതാണ്. അത് ഞാനത് ഷോർട്ടാക്കിയിട്ടൊരു കഴിഞ്ഞ വീഡിയോയിൽ ആ പ്രോബ്ലത്തിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു.
പിന്നെ എർത്തിങ്ങിൻ്റെ ഡിസൈൻ ഞാൻ ഓൾറെഡി ചെയ്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസ്ഡ് ഓൺ സോയിൽ റെസിസ്റ്റിവിറ്റി നമ്മൾ ചെക്ക് ചെയ്യേണ്ട കേസാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ കപ്പാസിറ്റർ പാനൽ ഡിസൈനും ഇന്നലെ ജസ്റ്റ് കാണിച്ചിരുന്നു, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ ചെയ്യേണ്ടത്. പിന്നെ അതുകൂടാതെ ഞാൻ വേറൊരു വീഡിയോയിൽ കപ്പാസിറ്റർ എത്ര എടുക്കണം എന്നുള്ളത് വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് വരുന്നത് എന്ത് ജനറേറ്റർ സെലക്ട് ചെയ്യണം എന്നുള്ളൊരു കേസാണ്. അപ്പോൾ അതും നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കുറേ ഡീറ്റെയിൽസ്, നമ്മുടെ കുറേ റെഗുലേഷൻസും അങ്ങനെ പല ചില ഡ്രോയിങ്സൊക്കെ നമ്മുടെ ഈ പറഞ്ഞ samraksha.cei.kerala.gov.in കിടക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ നോക്കി എക്സ്പ്ലോർ ചെയ്യുക കുറേ കാര്യങ്ങൾ. നിർബന്ധമായിട്ടും ഇൻ്റർവ്യൂവിന് പഠിക്കുന്നവർ നിർബന്ധമായിട്ടും ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ ഡയറി അതായത് നമ്മുടെ ജില്ലകളിലുള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അവിടുത്തെ ഇൻസ്പെക്ടേഴ്സിന് അവരാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് മേടിക്കാവുന്നതാണ്. ഇപ്പോൾ ഇപ്രാവശ്യത്തെ എനിക്ക് തോന്നുന്നു 2024 ഡയറി 500 രൂപയുടെ ഡയറി ആയിരുന്നു. അപ്പോൾ അത് എന്തായാലും നിങ്ങൾ മേടിച്ച് അത് വായിച്ചു നോക്കുക. മാക്സിമം അതിൻ്റെ അകത്ത് ഫുള്ള് കാര്യങ്ങളും വായിക്കുക. കാരണം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെസിഫിക്കേഷനിൽ ഓരോ ഇതും 100-150 പേജോളം അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള പേജുകളുള്ള സാധനമുണ്ട്. അതിലുള്ള സാധനങ്ങളെല്ലാം നമുക്ക് സമ്മറൈസ് ചെയ്തിട്ടാണ് ഇലക്ട്രിക് ഇൻസ്പെക്ടർ ഡയറിയിൽ 10-300 പേജിൽ ഈ സാധനം തന്നേക്കുന്നത്. അപ്പോൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് കുറച്ചൊരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് ഈ ലൈസൻസ് എടുത്താലും എടുത്തില്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്ഥിതിക്ക് നമ്മുടെ വർക്കിനെ നമുക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു സംഭവം മറക്കാതെ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ തൽക്കാലം ഇത്രേ പറയാനുള്ളൂ. ബാക്കി ഇനി ഇതേപോലെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ നമുക്ക് പതുക്കെ ഓരോന്നോരോന്നായിട്ടൊക്കെ നോക്കാം. നിങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിലൊക്കെ ചോദിക്കുക.